ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കോക്കനട്ട് ബൺ ഉണ്ടാക്കിയാലോ? ബേക്കറിയിലൊക്കെ കിട്ടുന്നതിനേക്കാട്ടിൽ നല്ല സൂപ്പർ ടേസ്റ്റിലൊരു കോക്കനട്ട് ബണ്ണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 250 ml കപ്പിൽ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തിളപ്പിച്ചാർച്ച പശുവിൻ പാലാണ്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാമേ. ഇഷ്ടമൊന്ന് മെൽറ്റാവാൻ വേണ്ടിയാണ് ചൂടുവെള്ളം എടുത്തത്. കോക്കനട്ട് ബണ്ണിന് നല്ല തിക്നെസ് വേണം. അതിനാണ് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. ഞാൻ അതിനു വേണ്ടി 1 കപ്പ് വെള്ളം എടുത്തിട്ടില്ല, 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളേ. വെള്ളം കൂടുതലായിപ്പോയാൽ ഇത് ലൂസായി. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാമേ. ഇതിൽ ഓയിൽ നന്നായിട്ട് ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട്, കാരണം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും മൈദ ആയതുകൊണ്ട്. ഞാൻ നന്നായിട്ടത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. ഇതിൻ്റെ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടി. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുവാണ്. സൺഫ്ലവർ ഓയിലോ മെൽറ്റഡ് ബട്ടറോ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കുക്കിംഗ് ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഞാൻ ഇത് 1.5 മണിക്കൂറേ വെച്ചുള്ളൂ റെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എയറൊക്കെ ഒന്ന് കുത്തിക്കളയാമേ. കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ. ഇനി ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാമേ. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകിയത്. ഈ കപ്പിന് 3/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് 160 ml കപ്പാണ്. ഈ കപ്പിന് 3/4 കപ്പ് ഞാൻ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് 160 ml കപ്പാണ്. ഇത് കുറച്ച് കറുത്ത മുന്തിരി. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇത് എൻ്റെ അടുത്ത് ഇതൊക്കെ അവൈലബിൾ ആയിരുന്നു, കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അടുത്ത് ഇതെല്ലാം ഉണ്ടാവണമെന്നില്ല. ഇത് കുറച്ച് കാഷ്യൂ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേർത്ത് തന്നെ ഉള്ളൂ. ഇനി ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. കാഷ്യൂ ഇട്ട് കൊടുക്കുവാണ്. മുന്തിരി ഇതും കൂടി ഇട്ട്, കുറച്ച് ഏലക്ക പൊടിച്ചത് ഇതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഈ ടൂട്ടി ഫ്രൂട്ടി ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം ഇത് കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുവേ. ഇതിനകത്ത് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഞാൻ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാമേ. നന്നായി ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഇതിന് മധുരം കുറവായിരുന്നു. അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാമേ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാമേ. ഞാനിത് ഓവനിലാണ് വെക്കുന്നത്. ഞാൻ ഈ കേക്ക് ടിന്നിലാണ് ഇത് വെക്കുന്നത്. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാമേ. ഇത് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ വെക്കാനിപ്പുണ്ട്. ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ്സ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാമേ. ഇതിനി ഇതിൻ്റെ മുകളിൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കാമേ. ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ യോജിപ്പിക്കണം. ഇതിൻ്റെ ഈ സൈഡ് കാരണം ഇതിൻ്റെ ഫില്ലിങ്സ് അല്ല, അല്ലെങ്കിൽ വെളിയിൽ പോവേ. ഇതിൻ്റെ സൈഡെല്ലാം ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഒന്ന് വയ്ക്കാം. ഇതൊന്നുകൂടെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി. ഇനി ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. ഞാനിത് ഓവനിലാണ് വയ്ക്കുന്നത്. അപ്പം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. അത് ഒന്നുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബേക്കിംഗ് ടൈം 20 മുതൽ 25 മിനിറ്റ്സ് വരെയാണ്. ഞാൻ ഇതിൻ്റെ മുകളിലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഞാൻ പരട്ടി കൊടുക്കുകയാണ്. ബട്ടർ ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാമേ. കോക്കനട്ട് ബൺ ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കിത് ബേക്ക് ചെയ്യാൻ ഒരു 25 മിനിറ്റ്സ് എടുത്ത്. അപ്പം ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാമേ. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാമേ. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാമേ.
ഞാൻ ഇതിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. നിങ്ങളിത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ വിടാൻ സൂപ്പർ ടേസ്റ്റാണ് ഇത്. അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ വിടാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.